CET കോളേജിലെ അധ്യാപകനായ സജീവ് മോഹന്റെ ഫേസ്ബുക്ക് പോസ്റ്റാണ് വിവാദമായിരിക്കുന്നത്. ഹോസ്റ്റലിലെ പ്രശ്നങ്ങൾ കുറയ്ക്കാൻ ബാക്ക് പേപ്പർ ഉള്ളവരെ ഒഴിവാക്കാൻ കോളേജ് അധികൃതർ തീരുമാനമെടുത്തപ്പോൾ പുറത്താക്കപ്പെട്ടവരിൽ ഭൂരിഭാഗവും പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവരാണെന്ന പരാമർശത്തോടെയാണ് സജീവ് മോഹന്റെ പോസ്റ്റ് തുടങ്ങുന്നത്. തസ്നി ബഷീറിന്റെ മരണത്തിനിടയാക്കിയ അപകടത്തിൽ പ്രതി ചേർക്കപ്പെട്ട ബൈജുവും 56,000 റാങ്ക് വാങ്ങി പട്ടിക വിഭാഗത്തിൽ അഡ്മിഷൻ നേടിയ വിദ്യാർത്ഥിയാണെന്നത് എല്ലാവരും അറിയണമെന്നും പോസ്റ്റിൽ പറയുന്നു. ജാതി പറഞ്ഞുള്ള പോസ്റ്റ് വിവാദമായെങ്കിലും സജീവ് മോഹൻ നിലപാടിൽ ഉറച്ചുനിന്നു. ഇത് കഴിഞ്ഞ ശേഷം ഇവരിൽ ആരെങ്കിലും ഡീവിയേറ്റ് ചെയ്തു പോയാൽ പോലും ഇവരെ നമുക്ക് പുറത്താക്കാനായിട്ട് ഇവരെന്തെങ്കിലും കുറ്റകൃത്യത്തിലൊക്കെ ഏർപ്പെട്ടാൽ പോലും പുറത്താക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ നിലവിലുണ്ട്. ഇതൊരു ചെറിയൊരു ഘടകം ആണ് ഞാൻ പറഞ്ഞത്. അത് ഞാൻ എടുത്തു പറയാൻ കാര്യം അങ്ങനെ ഒരു സംഭവം ഉണ്ടായതുകൊണ്ടാണ്. കാരണം അവിടെ നിയമത്തിന് ദുരുപയോഗം ചെയ്യാനുള്ള ഒരു അവസരം അവർക്ക് കിട്ടുന്നുണ്ട്. മദ്യപാനികളും അഴിഞ്ഞാട്ടക്കാരും കുറെയെങ്കിലുമുള്ള ക്യാമ്പസിൽ പെൺകുട്ടികളെ 6.5 മണിക്കു ശേഷം പുറത്തുവിടുന്നതിനെ പരസ്യമായി എതിർത്തതിന്റെ പേരിൽ തന്നെ കണ്ടാൽ മുഖം തിരിച്ചു നടക്കുന്നവരാണ് ഒട്ടേറെ പെൺകുട്ടികളെന്ന പരാമർശവും അധ്യാപകന്റെ പോസ്റ്റിലുണ്ട്. വിദ്യാർത്ഥി സംഘടനകളുടെ മറവിൽ സംഘബലവും രാഷ്ട്രീയ പിന്തുണയുമായി നിയമം ലംഘിക്കുന്നത് ഫാഷനായി വിലസി നടക്കുന്നവരുടെ മുൻപിൽ നിസ്സഹായരാവുകയാണ് സർക്കാർ കോളേജുകളിലെ അധ്യാപകരെന്നും സജീവ് മോഹൻ പറയുന്നു. മീഡിയ 1, തിരുവനന്തപുരം.